നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഈ 2-2 മത്സരങ്ങൾ, അതായത് 2 ടീമുകൾ കൂടി ഒരു മത്സരത്തിലേക്കുള്ള പ്രീ ക്വാർട്ടറിലേക്കുള്ള 2 ടീമുകൾ കൂടി ക്വാളിഫൈ ചെയ്യാനുണ്ട്. അത് ഇന്നോ രാത്രിയോടുകൂടി അത് തീരുമാനമാകും. പിന്നീട് അങ്ങോട്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ, 8 ടീമുകളാകുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് നടക്കുക. ഇനി നടക്കാൻ പോകുന്ന പോരാട്ടങ്ങളുള്ളത് അർജൻറ്റീനയും ഈജിപ്തും തമ്മിലും സ്വിറ്റ്സർലൻഡും കൊളംബിയയും തമ്മിലുള്ള പോരാട്ടം മാത്രമാണ് ഇനി നടക്കാനുള്ളത്. അങ്ങനെ 4 ടീമുകൾ 2 സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നു. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ പോർച്ചുഗൽ സ്പെയിനും USA-യും ബെൽജിയവും തമ്മിലായിരുന്നു മത്സരങ്ങളുണ്ടായിരുന്നത്. പോർച്ചുഗലിനെ തകർത്തുകൊണ്ട് സ്പെയിനും USA തകർത്തുകൊണ്ട് ബെൽജിയവും എന്തായാലും ഈ ഒരു ലോകകപ്പിലെ അവസാന 8ലേക്ക് എന്തായാലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും വിഷമകരമായ കാര്യം ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന ലോകകപ്പ് മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത് എന്നുള്ളതാണ്. താരം ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഇനിയൊരു ലോകകപ്പിന് ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്നലെ സ്പെയിൻ പോർച്ചുഗലിനെ തകർത്ത് ഒരു വിജയം സ്വന്തമാക്കിയത്. അതും 90 മിനിറ്റ് കഴിഞ്ഞുള്ള ഇഞ്ചുറി ടൈമിൽ ഫെറാൻ ടോറസിൻ്റെ ഒരു പാസിൽ നിന്ന്, ഒരു അസിസ്റ്റിൽ നിന്ന് മൈക്കൽ മെറീനോയാണ് ഈ ഒരു ഗോൾ നേടിയതും 90 മിനിറ്റ് കഴിഞ്ഞുള്ള അധിക സമയം ആ ഒരു ഇഞ്ചുറി ടൈമിലാണ് ഈ ഗോൾ നേടുന്നത്. 93-ാം മിനിറ്റിലാണ്. അപ്പോൾ ആ ഒരു ഗോളോട് കൂടി എന്തായാലും പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ ഈ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിലേക്ക് എന്തായാലും മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ്. മത്സരം മുഴുവൻ സമയം 90 മിനിറ്റും ഗോൾ രഹിതമായി മുൻപിലേക്ക് പൊക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഈ ഇഞ്ചുറി ടൈമിലെ ഗോൾ പിറക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ തുടക്കം മുതൽ തന്നെ ഇരു ടീമുകൾക്കും അവസരങ്ങൾ പലതും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി മുതലാക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. മത്സരത്തിലേക്ക് വന്നാൽ സ്പെയിൻ ഉയർന്ന പൊസിഷൻ, പന്ത് കൂടുതൽ സമയം കൈവശം വെക്കുന്നവരിൽ അവർ വിജയിച്ചു. അത് അവസാന നിമിഷമാണെങ്കിൽ പോലും ഒരു ഗോൾ അടിച്ചുകൊണ്ട് അതിലവർ വിജയം കണ്ടെത്തുകയും ചെയ്തു. ക്ഷമയോടുകൂടിയുള്ള അവരുടെ ഒരു ബിൽഡപ്പ് അത് അവർക്ക് വലിയ രീതിയിലൊരു ഗുണം ചെയ്തു. ഒപ്പം അവസാന നിമിഷം വരെ തുടർന്ന ആ ഒരു ആക്രമണ ശൈലി അത് അവർക്ക് ഗുണം ചെയ്തു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഫോർമേഷൻ, അല്ലെങ്കിൽ അവരുടെ മിഡ്ഫീൽഡിലെ കൺട്രോൾ, അതൊക്കെ വലിയ രീതിയിൽ അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം അവസാന നിമിഷം വരെ എതിർ ടീമിനെ കൊണ്ട്, പോർച്ചുഗലിനെ കൊണ്ട് ഗോൾ അടുപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി എന്തായാലും വിജയിച്ചു. അവസാന നിമിഷമാണെങ്കിൽ പോലും ഒരു ഗോൾ നേടിക്കൊണ്ട്, അതിന് മുൻപ് അവരുടെ പല ശ്രമങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും കൃത്യമായി ഫിനിഷ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ അവസാന നിമിഷത്തെ ആ ഒരു ശ്രമം അത് വിജയിച്ചു. അതോടുകൂടി ഒരു ഗോൾ അവർക്ക് നേടാനുമായി. പോർച്ചുഗലിലേക്ക് വന്നതിന് മികച്ച പ്രതിരോധമായിരുന്നു പോർച്ചുഗലിൻ്റേത്. കാരണം നമുക്കറിയാം യാമിൻ യമാൽ അടക്കമുള്ള യുവതാരങ്ങൾ അവരുടെ നിരയിലുണ്ട്, സ്പെയിനിൻ്റെ നിരയിലുണ്ട്. അവരെ തങ്ങളുടെ പോസ്റ്റിലേക്ക് കയറ്റുന്നത് നിയന്ത്രിക്കുന്നതിൽ കൃത്യമായി പോർച്ചുഗൽ വിജയിക്കുകയും ചെയ്തു. പ്രതിരോധത്തിൽ ഊന്നി കളിച്ചപ്പോഴും, മികച്ച പ്രതിരോധം അവർ കാഴ്ചവെച്ചപ്പോഴും ഒരു അറ്റാക്കിലെ ഒരു മൂർച്ചക്കുറവ് അവർക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്തു. കാരണം അറ്റാക്കിൽ കുറച്ചുകൂടി മൂർച്ചയുണ്ടായിരുന്നെങ്കിൽ ഒരു ഗോൾ പിറന്നിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ ഫലം എന്തായാലും മറ്റൊന്നാകുമായിരുന്നു എന്ന കാര്യം സംശയമില്ല. അവസാന നിമിഷങ്ങളിൽ പോലും അവസരങ്ങൾ സൃഷ്ടിക്കാൻ പോർച്ചുഗൽ സാധിച്ചില്ല എന്നുള്ളതും വലിയൊരു പോരായ്മയായി. എന്തായാലും കണ്ണീരണിഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ കളം വിടുന്നതിന് നമ്മൾ ഇന്നലെ എന്തായാലും സാക്ഷിയായി എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിത് കാണുന്നുണ്ട്. കാരണം പോർച്ചുഗലിനെതിരെ പരാജയപ്പെട്ട് ക്രൊയേഷ്യ പുറത്തായപ്പോൾ ലൂക്ക മോഡ്രിച്ചും, ബ്രസീൽ പുറത്തായപ്പോൾ നെയ്മറും, ഇപ്പോൾ തൊട്ടു പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോ, പോർച്ചുഗൽ പരാജയപ്പെട്ട ക്രിസ്ത്യാനോ റൊണാൾഡോയും കരഞ്ഞുകൊണ്ട് കളം വിടുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഈ ഒരു മത്സരം സ്പെയിനെ വിജയത്തിലെത്തിച്ച ഗോൾ നേടിയ മിക്കേൽ മെറീനോയാണ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇതാണ് ഇന്നലത്തെ ആദ്യത്തെ മത്സരം. രണ്ടാമത്തെ മത്സരം നടന്നത് ആതിഥേയരായ USA-യും ബെൽജിയവും തമ്മിലാണ്. 4-1, അതായത് 1-4 ഗോളുകൾക്ക് ബെൽജിയം ഒരു വലിയ വിജയം തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അത് മത്സരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നിയന്ത്രണം ബെൽജിയം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 9-ാം മിനിറ്റിൽ തന്നെ ചാൾസ് ഡി കെറ്റ്ലറയുടെ വക ഗോൾ നേടുന്നു. 33-ാം മിനിറ്റിൽ വീണ്ടും ഒരു ഗോൾ. അങ്ങനെ 2 ഗോളുകൾക്ക് ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് ഹാൻസ് വനക്കിൻ്റെ വക ഒരു ഗോൾ കൂടി ബെൽജിയത്തിന് അനുകൂലമാകുന്നു. 90 മിനിറ്റ് കഴിഞ്ഞുള്ള ആ ഒരു മിനിറ്റിൽ ലുകാക്കുവിൻ്റെ വക ഒരു ഗോൾ കൂടി ബെൽജിയത്തിന് അനുകൂലമായി പിറക്കുന്നു. അങ്ങനെ 4 ഗോളുകൾ. ഇതിൽ ടിൽമാൻ്റെ വകയാണ് USA-ക്ക് അനുകൂലമായ ഒരു ഗോൾ, ഒരു ആശ്വാസ ഗോൾ വീണത്. അമേരിക്കൻ ആരാധകർ തിങ്ങി നിറഞ്ഞു നിന്നൊരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൽ
തുടക്കം മുതൽ തന്നെ കളി നിയന്ത്രിക്കുന്നതിൽ ബെൽജിയം വിജയിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ബെൽജിയത്തിൻ്റെ ഹൈ പ്രസ്സിംഗ് ഗെയിമായിരുന്നു ഈ മത്സരത്തിലുടനീളം ഉണ്ടായിരുന്നത്. അതിലവർ വിജയിക്കുന്ന കാഴ്ച കണ്ടു. ഒപ്പം പ്രതിരോധത്തിൽ പിഴവ്, USA പ്രതിരോധത്തിലുണ്ടായ പിഴവുകൾ അതും കൃത്യമായി മുതലാക്കുന്നത് നമ്മൾ കണ്ടു. കൗണ്ടർ അറ്റാക്കിങ്ങിലെ മികവ് അതും ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചു. അതിൻ്റെ ഫലമായി ഒരു 4 ഗോളുകൾ അവർക്ക് നേടാനായി എന്നുള്ളതാണ്. USA കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പ്രഷർ അത് അതിജീവിക്കാൻ അവർക്ക് സാധിച്ചില്ല. അത് മത്സരത്തിലുടനീളം കാണുകയും ചെയ്തു. അവരെ അത് തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പ്രതിരോധത്തിലെ ചില പിഴവുകൾ അത് കൃത്യമായി ബെൽജിയം മുതലെടുക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. ആ പിഴവുകൾ USA-ക്കൊരു വലിയ തിരിച്ചടിയാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം മിഡ്ഫീൽഡിലെ കൺട്രോൾ അതും അവർക്ക് നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നലത്തെ മത്സരത്തിൽ USA ഒരു തോൽവിക്ക് വഴിയൊരുക്കിയ കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പം USA പരാജയപ്പെടുത്തിക്കൊണ്ട് ബെൽജിയം ഈ ഒരു അവസാന 8ലേക്ക് ഇടം പിടിച്ചിട്ടുണ്ട്, പ്രീ ക്വാർട്ടർ മത്സരത്തിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങൾ, ഇന്നിനി നടക്കാൻ പോകുന്ന 2 മത്സരങ്ങൾ, അതോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ക്വാർട്ടർ ഫൈനലിൻ്റെ ആ ഒരു കോളം ഏകദേശം പൂർണ്ണമാകും ഇന്ന് രാത്രിയിലത്തെ മത്സരത്തോടു കൂടി. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങുന്നത് അർജൻറ്റീനയും ഈജിപ്റ്റും ഇന്ന് ഇറങ്ങുന്നുണ്ട്. ലയണൽ സ്കലോണിയും പിള്ളേരും കുട്ടികളും തുടർച്ചയായ 2ാം ലോക കിരീടം ലക്ഷ്യമിട്ട് എന്തായാലും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് അർജൻറ്റീന ഇന്ന് ഈജിപ്തിനെ പരാജയപ്പെടുത്തേണ്ടത് അവർക്ക് അനിവാര്യമാണ്. ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നേർക്കുനേർ വരുന്നു എന്ന പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിലുണ്ട്. ആരാധകരൊക്കെ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ട്. അത് പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആരാധകർ ഉള്ള ഒരു താരം കൂടിയാണ്, ആരാധക പിന്തുണയുള്ളൊരു താരം കൂടിയാണ് മുഹമ്മദ് സല. ആ സലായും ലയണൽ മെസ്സിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ മത്സരത്തിലുണ്ട് എന്നുള്ളതാണ്. അർജൻറ്റീനയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനം നോക്കിയാൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ടാണ് അർജൻറ്റീന എന്തായാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് റൗണ്ട് ഓഫ് 32ലേക്ക് എത്തുന്നത്. റൗണ്ട് ഓഫ് 32ൽ ക്യാപ് വെർഡയെ 3-2 പരാജയപ്പെടുത്തി. അത് വളരെ ടൈറ്റായിട്ടൊരു മത്സരമായിരുന്നു. കാരണം അർജൻറ്റീന പോലൊരു ടീമിനെ തുടക്കത്തിൽ മുതൽ വരിഞ്ഞ് കെട്ടി കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 1-1 സമനിലയായിരുന്നു. അവിടുന്ന് മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് പോയി. അങ്ങനെ 2-2 സമനിലയാകുന്നു. അധിക സമയത്തേക്ക് പോയപ്പോഴും 2-2 സമനിലയാകുന്നു. അതിനുശേഷമാണ് അർജൻറ്റീനയുടെ ഭാഗത്തു നിന്നൊരു ഗോൾ പിറക്കുന്നു. അങ്ങനെ ഒരു 3-2, അതൊരു ഓൺ ഗോളായിരുന്നു. അങ്ങനെ 3-2 ഒരു വിജയം വളരെ പൊരുതി അവസാന നിമിഷം വരെ പൊരുതിയ ക്യാപ് വെർഡയ്ക്ക് ഒരു വിജയം എന്തായാലും അർജൻറ്റീന സ്വന്തമാക്കി. അങ്ങനെയാണ് അർജൻറ്റീന ഈ ഒരു 16ലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ എന്തായാലും ഏറ്റുമുട്ടുന്നത് ഈജിപ്തിനെയാണ്. ഈജിപ്റ്റ് മികച്ച പ്രതിരോധ പ്രകടനങ്ങളിലൂടെയാണ് അവരുടെ യോഗ്യത നേടിയത്. ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ മികച്ച പ്രകടനം അവർ കാഴ്ചവെച്ചിരുന്നു. നിർണായകമായ സമനിലകളും വിജയങ്ങളൊക്കെ നേടിക്കൊണ്ടാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് റൗണ്ട് ഓഫ് 32ലേക്ക് അവർ എത്തുന്നത്. റൗണ്ട് ഓഫ് 32ൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു അർജൻറ്റീനയ്ക്കെതിരായ പ്രീ ക്വാർട്ടർ മത്സരത്തിലേക്ക് ഈജിപ്റ്റ് ക്വാളിഫൈ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നൊരു വാർത്തയുണ്ട്. അതായത് അർജൻറ്റീനയെ നേരിടാനുള്ള പ്രത്യേക ഒരുക്കങ്ങളൊക്കെ ഈജിപ്തിൻ്റെ ഭാഗത്ത് നടക്കുന്നു എന്ന തരത്തിൽ വാർത്തയുണ്ട്. അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് മത്സരം നീണ്ടാൽ എങ്ങനെയായിരിക്കണം ഗെയിം പ്ലാൻ എന്നുള്ളതാണ്. അതായത് കൃത്യമായി പെനാൽറ്റി ഷൂട്ടൗട്ടിന് വേണ്ടിയുള്ള പരിശീലനം ഈജിപ്റ്റ് നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ മത്സരം അത്രത്തോളം കൂടുതൽ പ്രതിരോധത്തിലൂന്നി അർജൻറ്റീന മെസ്സി അടക്കമുള്ള താരങ്ങളെ പൂട്ടിക്കൊണ്ട് തങ്ങളുടെ ഈ ഒരു കോർട്ടിലേക്ക്, തങ്ങളുടെ ഗോൾ പോസ്റ്റിലേക്ക് ഒരു പന്ത് പോലും കയറ്റി വിടില്ല എന്ന്, ഒരു താരത്തെ പോലും കയറ്റില്ല എന്ന് അടിയുറച്ച് പറയുകയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ എന്തായാലും ഈജിപ്റ്റ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈജിപ്റ്റും ഇന്നൊരു വിജയത്തിൽ കുറഞ്ഞൊന്നും അവരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇന്നൊരു വിജയം അർജൻറ്റീന പോലൊരു ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുക എന്ന് തന്നെയാണ് അവരും ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അർജൻറ്റീനയുടെ മെസ്സിയും ഈജിപ്തിന് സലയും ഇന്നിറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സിയും സലയും ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകത കൂടി, ഒരു പ്രധാന ആകർഷണം കൂടി ഇന്നത്തെ മത്സരത്തിനുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നടക്കാൻ ഒരു മത്സരങ്ങൾ. ഇനി അർജൻറ്റീനയുടെ എതിരാളികൾ ആരാകും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതും ഇന്ന് രാത്രി തന്നെ കിട്ടുന്നതായിരിക്കും. സ്വിറ്റ്സർലൻഡും കൊളംബിയയും തമ്മിലുള്ള മത്സരത്തിൻ്റെ വിജയിയായിരിക്കും അർജൻറ്റീന അല്ലെങ്കിൽ ഈജിപ്റ്റ്. ഈ മത്സരത്തിൻ്റെ വിജയി ഏറ്റുമുട്ടുക സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ കൊളംബിയയുമായിരിക്കും. സ്വിറ്റ്സർലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ മികച്ച പ്രതിരോധം, അതിൽ റെക്കോർഡോടുകൂടിയാണ് നോക്കൗട്ടിലേക്ക് അവരെത്തുന്നത്. ഗ്രൂപ്പിൽ സ്ഥിരതയാർന്ന പ്രകടനം തന്നെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. റൗണ്ട് ഓഫ് 32ൽ അൾജീരിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്വിറ്റ്സർലൻഡ് എത്തിയിട്ടുള്ളത്, ഈ പ്രീ ക്വാർട്ടർ മത്സരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കൊളംബിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച മിഡ്ഫീൽഡ് പ്രകടനം ഉണ്ടായിരുന്നു. ഗ്രൂപ്പിൽ തോൽവി അറിയാതെയാണ് അവരും മുന്നേറിയത്. റൗണ്ട് ഓഫ് 32ൽ ഖാനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്തായാലും കൊളംബിയ എത്തിയിട്ടുള്ളത്.
അപ്പോൾ എന്തായാലും ഇന്ന് ആരാധകർ ഉറ്റുനോക്കുന്നൊരു പോരാട്ടം അതിൽ ഷാക്കിയും ലൂയിസ് ഡേയ്സും തമ്മിലുള്ളൊരു മിഡ്ഫീൽഡിലെ പോരാട്ടം ആകും ഇന്ന് ഈയൊരു കൊളംബിയ സ്വിറ്റ്സർലൻഡ് മത്സരം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇരു ടീമുകളും പ്രതിരോധത്തിൽ ശക്തരായതിനാൽ ഗോൾ വീഴുന്നത്, അതായത് ഒരു ഗോൾ പോലും വീഴുന്നത് മത്സരത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കൂടുതൽ ശക്തമാകുന്നത് ഇതൊക്കെ കൊണ്ടാണ്. കാരണം ചെറിയ ടീമുകൾ എന്ന് താരതമ്യേന ചെറിയ ടീമുകളെന്ന് പലരും വിലയിരുത്തുന്ന ടീമുകൾ പലതും വിജയിക്കുന്നു, അല്ലെങ്കിൽ വമ്പൻ ടീമുകളെ പിടിച്ചു കെട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ അവർക്കൊപ്പത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അവർ പോലും ഗോൾ അടിക്കാൻ നന്നേ പാടുപെടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതൊക്കെ ഇപ്പോൾ ജർമ്മനിയെ തകർത്തുകൊണ്ട് പാരഗ്വേ വരുന്നു. പാരഗ്വേ ഫ്രാൻസിനെതിരെ ഒരു മികച്ച പോരാട്ടം കാഴ്ചവെക്കുന്നു. അവസാന മിനിറ്റിൽ ആണ് ഫ്രാൻസ് വിജയ ഗോൾ നേടുന്നത്. അത്തരത്തിലൊരു പ്രകടനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പം ക്യാബോ വെർഡെ അർജൻറ്റീനയെ പിറപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ബ്രസീൽ തോറ്റ് പുറത്താകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ചെറിയ ടീമുകൾ പലതും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ചെറിയ ടീമുകൾ എന്ന് പറഞ്ഞാൽ താരതമ്യേന വലിയ പേരുകളില്ലാത്ത ചെറിയ ടീമുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ടീമുകൾ പലതും വലിയ ടീമുകൾ, വമ്പൻ ടീമുകൾ എന്ന് പേര് കേട്ട ടീമുകൾക്കെതിരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അതാണ് ഈ ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ രാത്രി ഇരുട്ടി വെളുക്കുന്നതോടുകൂടി ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ ആരൊക്കെ എന്ന ചിത്രം എന്തായാലും കൃത്യമായി തെളിയുന്നതായിരിക്കും. അതിനുശേഷമാകും ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുക. 8 ടീമുകളാണ് ഇനി ബാക്കിയുള്ളത്. 8 ടീമുകളിൽ നിന്നും ക്വാർട്ടർ ഫൈനലിൽ നിന്ന് 4 ടീമുകൾ സെമിയിലേക്ക് മുന്നേറും. അവിടുന്ന് വീണ്ടും 2 ടീമുകൾ ഫൈനലിലേക്കും, പിന്നീട് ലോക ചാമ്പ്യന്മാർ ആര് ആകും എന്ന കാര്യത്തിലും തീരുമാനമാകും. എന്നാൽ ഇനി കുറച്ച് ദിവസങ്ങളിൽ കൂടി മാത്രമാണ് ഈ ലോകകപ്പ് മത്സരങ്ങൾ അവശേഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അതിവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ.